UAEയുടെ 54-ാം ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി UAEയിലെ പ്രാദേശിക കർഷകർക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും മികച്ച പിന്തുണയുമായി ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ അൽ ഇമറാത്ത് അവൽ ആരംഭിച്ചു. അബുദാബി ഖലീദിയ മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ അൽ ഇമറാത്ത് അവലിന് ഔദ്യോഗിക തുടക്കമായി. ദാബി ഹോൾഡിംഗ് കമ്പനി PJSCയുടെ ബോർഡ് ഡയറക്ടറും ചെയർമാനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ, UAE റെസ്ലിംഗ് ഫെഡറേഷൻ സെക്രട്ടറി ജനറൽ ഷെയ്ഖ് ഹംദാൻ ബിൻ സയ്യിദ് ബിൻ തഹ്നൂൻ അൽ നഹ്യാൻ, വ്യവസായ നൂതന സാങ്കേതിക മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഹസൻ ജാസിം അൽ നൊവൈസ്, ഉമർ സുവൈന അൽ സുവൈദി, കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് സൽമാൻ അൽ ഹമ്മദി, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അൽ ഇമറാത്ത് അവലിന് തുടക്കം കുറിച്ചത്. അൽ ഇമറാത്ത് അവലിൻ്റെ ഭാഗമായി പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെയും കാർഷിക വിളകളുടെയും വിപുലമായ പ്രദർശനമാണ് ലുലു സ്റ്റോറുകളിൽ ഒരുക്കിയിരിക്കുന്നത്. UAE ഉൽപ്പന്നങ്ങൾക്ക് മികച്ച ഓഫറുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. UAEയുടെ കാർഷിക മേഖലയുടെ വികസനത്തിനും സ്വയം പര്യാപ്തതയ്ക്കും പിന്തുണ നൽകുകയാണ് അൽ ഇമറാത്ത് അവൽ എന്ന് ലുലു ചെയർമാൻ MA യൂസഫ് അലി വ്യക്തമാക്കി. I am very happy to welcome all our distinguished guests and participants to this launch of Al Imarat campaign. We are conducting this campaign every year to promote locally grown fruits, vegetables and other products. UAEയിലെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ കൂടുതൽ സംഭരിക്കുന്നതിൻ്റെ ഭാഗമായി സിലാലുമായും മുസ്തദാമ ഫാമുമായും ലുലു ധാരണാപത്രം ഒപ്പുവച്ചു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ സിലാൽ ഫുഡ് സെക്യൂരിറ്റി CEO ഹുമൈദ് അഹമ്മദ് അൽ റുമൈത്തി, ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി MA എന്നിവർ സിലാലുമായുള്ള ധാരണാപത്രവും, മുസ്തദാമ ഫാംസ് CEO റാഷിദ് അൽ സാബി, ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം MA എന്നിവർ മുസ്തദാമ ഹാംസുമായുള്ള ധാരണാപത്രത്തിലും ഒപ്പിട്ടു. ചടങ്ങിൽ UAEയിലെ കർഷകരെ പ്രത്യേകം ആദരിച്ചു. സ്പേസസ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയർമാൻ ഫഹേദ് അൽ ബ്ലൂഷി, എക്സ്പോണൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയർമാൻ സയ്യിദ് അൽ സാബി, ലുലു CEO സെയ്ഫി രൂപവാല, ലുലു ഗ്രൂപ്പ് ചീഫ് ഓപ്പറേറ്റിംഗ് ആൻഡ് സ്ട്രാറ്റജി ഓഫീസർ സലീം VI, ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ V നന്ദകുമാർ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. NTV അബുദാബി.